നമസ്കാരമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു വെള്ളച്ചാട്ടം കാണിച്ചു തരുന്നത് എൻ്റെ വീട്ടിനടുത്താണ്. ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, എന്നാലും കാണാനുണ്ട്. നമ്മൾ അങ്ങ് വീട്ടിലേക്ക് പോവാം. ഈ കാണുന്ന തെങ്ങുന്നോട്ടത്തിന് കുറച്ച് ഇങ്ങോട്ട് പോകണം. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താനായി. ഇനി കുറച്ചും കൂടെ മുകളിൽ എടുക്കാനുണ്ട്. ഫുള്ള് റബ്ബർ തോട്ടമാണ്. ഇനി മുകളിൽ ഫോറസ്റ്റാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ആക്കച്ചേരി വെള്ളച്ചാട്ടം എന്നാണ് കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറച്ചും കൂടെ തരണം. ആ വഴി കാണുന്നതിൽ അങ്ങോട്ട് പോകണം. വെള്ളച്ചാട്ടത്തിൻ്റെ ഉത്ഭവം ആ വലിയൊരു മാളാണ്. ആ മാളത്തിൽ നിന്ന് വെള്ളമാണ്. വെള്ളം ഒഴുകിയിട്ട് അങ്ങ് ലാസ്റ്റ് വലിയൊരു കുഴിയായി പോകുന്നത്. ആ കുഴിയിൽ നിന്ന് ഭൂമിയുടെ അടിയിലൂടെയാണ് പോകുന്നത്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതിൽ നിന്ന് കുളിക്കാനും പറ്റില്ല. ഇങ്ങനെ ഒഴുകിപ്പോകുന്ന നല്ലൊരു കാഴ്ചയാണ്. നല്ല പതഞ്ഞ് ഒഴുകുന്ന ഒരു കാഴ്ച കാണുന്നത്. കുളിക്കേണ്ട ഇതൊന്നും ഈ വെള്ളച്ചാട്ടത്തിനില്ല. വെള്ളം വന്ന് കണ്ട അതിൻ്റെ അടിയിൽ നിന്ന് ഒരു 10-20 അടി വരെയുണ്ട് മുകളിലോട്ട്. ഇനി മുകളിൽ ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ്. അങ്ങാട്ടൊരു വീടുണ്ട്, ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ്. തെങ്ങിൻ തോട്ടം, ഇനിയിപ്പോൾ റബ്ബർ തോട്ടമാണ്. കുറച്ച് മുകളിൽ പോയാൽ ഫോറസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് ഈ വെള്ളം പോയിക്കൊള്ളുന്നത്. ഇനി ആടെ വെള്ളം പൊങ്ങുന്ന സ്ഥലം കാണിച്ചു ഞങ്ങൾക്ക്. ഭയങ്കര ഐറ്റിൽ നിന്ന് വെള്ളച്ചാട്ടമാണ്. ഇങ്ങനെ ഒഴുകി താഴെ ഒരു കുഴിയുണ്ട്. ആ കുഴിയിൽ പോയി പോകും. ആ കുഴി ഞാൻ കാണിച്ചില്ല. ഇങ്ങനെ ഒഴുകി വലിയ കുഴിയിലേക്ക് പോകുന്നുണ്ടാ. ഭയങ്കര കുഴിയാണ്. ക്യാമറ പരമാവധി ഇങ്ങോട്ട് കാണിച്ചില്ല. വേണ്ട, ഞാൻ വെള്ളം പോകുന്നുണ്ട. ഭയങ്കര ഫോഴ്സിലാണ് വെള്ളം പോകുന്നത്. ഈ വെള്ളം വന്ന് വീടിൻ്റെ വലിയൊരു കുഴിയിലാണ് പോകുന്നത്. ഒരു 30 താഴ്ചയുള്ള കുഴിയിൽ വന്ന് പോകുകയാണ്. കാടിൻ്റെ അടിയിലെ കൂടി പോകുന്നു. വീടിൻ്റെ അടിയിലെ കൂടിയാണ് വെള്ളം പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ റോഡ് കാണാം. ഈ റോഡ് മെയിൻ റോഡിൽ നിന്നാണ് വരുന്നത്. മെയിൻ റോഡ് വന്നിട്ട് നേരെ ഇവിടെ കോളനി ഉണ്ട്. ഒരു 10ഓളം വീട് താമസിക്കുന്ന കോളനി. ആ കോളനിലേക്ക് വന്ന റോഡാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലെ കൂടി ഈ വെള്ളം പോയിക്കൊടുക്കുന്നു. ഇതിൻ്റെ മുകളിൽ ഫുള്ള് കൃഷിയിടങ്ങളാണ്. തെങ്ങും കവുങ്ങും പിന്നെ വാഴയും എല്ലാം ഉണ്ട്. താഴെ ഫുള്ള് റബ്ബർ തോട്ടമാണ്. അപ്പോൾ ഇതിന് നേരെ താഴോട്ടാക്കി ഈ വെള്ളം പോകുന്നത് അടിയിൽ കൂടി. ഞാൻ കാണിച്ചില്ല. താഴെ ഒരു വീടുണ്ട്. ആ കാണുന്ന വാർപ്പിട്ട വീടിൻ്റെ അടിയോട് ചേർന്നിട്ടാണ് ഈ വെള്ളം പോയിക്കൊടുക്കുന്നത്. അതിന് താഴെ ഇറങ്ങണം ഈ വെള്ളം പൊങ്ങുന്ന സ്ഥലം കാണണമെങ്കിൽ. അതൊരു കൃഷിയിടത്താണ് പോകുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചിടാം. ഈ കുഴി ഞാൻ നേരത്തെ കാണിച്ച കുഴിയിൽ നിന്ന് ആടുന്നൊരു 300 മീറ്റർ ദൂരമുണ്ടാവും. ഭൂമിയുടെ അടിയിലൂടെ പോകുന്നു വെള്ളം. ഈ വീടാണ് നേരത്തെ ആടുന്ന് കാണിച്ചത്. ഈ വീടിൻ്റെ മുമ്പിൽ കൂടി പോകുന്നത് ഈ വഴിക്കന്നെ. വെള്ളം പൊങ്ങുന്ന സ്ഥലത്ത് ഞാൻ എത്താനായി. ഞാൻ കാണിച്ചു തരാം. ഈ വഴിയാണ് പോയിക്കൊണ്ടിരുന്നു വെള്ളം അടിയിൽ കൂടി. ഫുള്ള് കൃഷിയിടങ്ങളാണ്. വെള്ളം വന്ന് പൊങ്ങുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ നല്ല ഫോഴ്സിലാണ് അത് പൊങ്ങുന്ന സ്ഥലം കണ്ട. ഇതിന് മുകളിൽ നല്ല കട്ടിങ്ങാണ്. ഇതിന് എത്രയോ അടി താഴ്ചയെന്നാണ് ഈ വെള്ളം വരുന്നത്. എങ്ങനെ കട്ടിങ്ങാണ് മുകളിൽ ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ്. ഇപ്പോൾ തൊഴിലുറപ്പ് പണിക്കാരെല്ലാം കാണുന്നത്. വെള്ളം പോകുന്നതാണല്ലോ. ഒരു കുല്ലിലെ പോയിട്ട് ലാസ്റ്റ് തോട്ടിൽ പോയി ചെയ്തത്. ഇപ്പോൾ ഒരു കൃഷിയിടത്തിൻ്റെ നടുക്കെ കൂടിയാണ് വെള്ളം പോയിക്കൊണ്ടിരുന്നത്. ഇത് പോയിട്ട് നേരെ പോയി പോകുന്നത് തോട്ടിലാണ്. ഇങ്ങനെ പോകുന്നു. ആ വെള്ളം പെയ്യുന്നുണ്ടോ? ആ പാറയുടെ ഇടയ്ക്കേ കൂടി വന്നിട്ട് ഇതെങ്ങനെ വന്ന് ഇതുപോലെ നേരെ വന്ന് തോട്ടിലാകാൻ പോകും. ഈ തോട്ട് നേരെ
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും